നമസ്കാരം. ഭാരതത്തിലുടനീളമുള്ള സിദ്ധന്മാരുടെ വാസസ്ഥലങ്ങളാണ് പുണ്യമലകൾ. 999 സിദ്ധന്മാർ സൂക്ഷ്മരൂപത്തിൽ തപസ് ചെയ്യുന്നതും ഇടയ്ക്കിടെ മലയടിവാരത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് തങ്ങളുടെ വരവറിയിക്കുന്നതുമായ രംഗമല രഹസ്യങ്ങളെപ്പറ്റിയും അവിടെയുള്ള ശിവൻകോവിലിനെ പറ്റിയും മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിகு മല്ലീശ്വര സ്വാമി തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ കരൂർ ജില്ലയിൽ അരവക്കുറിശി ദിണ്ടുക്കൽ വഴിയിൽ പള്ളപ്പട്ടിക്കരികിലുള്ള രംഗമലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീ പരമേശ്വരൻ മല്ലീശ്വര സ്വാമി എന്ന നാമത്തിൽ അനുഗ്രഹം ചൊരിയുന്നു. മലയടിവാരത്തിൽ മരുന്താംബികെ സമേത മരുന്തീശ്വരർ ആലയവുമുണ്ട്. കരൂർ ദിണ്ടുക്കൽ ജില്ലകളുടെ അതിരിലുള്ളതും സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3500 അടി ഉയരത്തിലുള്ളതുമായ രംഗമലയുടെ തെക്കു പകുതി ദിണ്ടുക്കൽ ജില്ലയിലെ വനപാലകരുടെയും വടക്കു പകുതി കരൂർ ജില്ലയിലെ വനപാലകരുടെയും മേൽനോട്ടത്തിലാണ്. മലയുടെ നാമം കേട്ടാൽ ഇവിടെയുള്ളത് ഒരു വിഷ്ണു ക്ഷേത്രമാണെന്ന് തോന്നുമെങ്കിലും അങ്ങനെയല്ല. ശിവഭഗവാൻ ശിവലിംഗ രൂപത്തിൽ പടിഞ്ഞാറ് ദർശനമായും നന്ദി ഭഗവാൻ കിഴക്ക് ദർശനമായും ഇരിക്കുന്നത് പോലെ തോന്നുന്നൊരു മലയാണിത്. പർവ്വതമലയോ കൊണ്ടരങ്കി മലയോ ബ്രഹ്മർഷി മലയോ പോലെയല്ലാതെ കോവിലേക്ക് പോകുവാൻ ശരിക്കും പടികൾ കൂടി ഇല്ലാത്ത ചെങ്കുത്തായ മലയാണിത്. പക്ഷേ കൈലാസനാഥർ ഗുഹ, കിന്നാരക്കല്ല്, നുഴയാമ്പാളി, താമരപ്പാളി, മുനിവർപാളി, സിദ്ധർ ഗുഹ എന്നിവയെല്ലാം ഈ മലയിലുണ്ട്. ഏകദേശം 2500 അടി ഉയരമുള്ള മലക്കോവിലേക്ക് 3 കിലോമീറ്റർ ദൂരമുണ്ട്. പിന്നെയും 2 കിലോമീറ്റർ ദൂരം നടന്നാൽ മാത്രമാണ് 3500 അടി ഉയരമുള്ള മല ഉച്ചിയിലുള്ള ദീപസ്തംഭത്തിലേക്ക് എത്താനാവുക. ഈ മല ഉച്ചിയിൽ നിന്ന് നോക്കിയാൽ കൊണ്ടരങ്കി മലയും അയ്യർമലയും കാണാം. കുഷ്ഠരോഗം മാറാനായി ജഡാവർമ്മൻ സുന്ദരപാണ്ഡ്യൻ തിരുപ്പണികൾ ചെയ്ത് കുംഭാഭിഷേകം നടത്തിയ 9 കോവിലുകളിൽ 2 കൊണ്ടരങ്കി മലക്കോവിലും രംഗമലക്കോവിലും. കരൂർ ദിണ്ടുക്കൽ ദേശീയപാത 7 സ്ഥിതി ചെയ്യുന്ന ഈ മല കൃതയുഗത്തിൽ തങ്കമലയെന്നും ത്രേതായുഗത്തിൽ സഞ്ജീവി മലയെന്നും ദ്വാപരയുഗത്തിൽ ചതുരലിംഗ മലയെന്നും കലിയുഗത്തിൽ രംഗമലയെന്നും അറിയപ്പെടുന്നതായി പുരാണങ്ങളിൽ പരാമർശമുണ്ട്. ഈ മലയിൽ 999 സിദ്ധന്മാർ സൂക്ഷ്മരൂപികളായി ഇന്നും തപസ് ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വാസം. അതിനാൽ അവർക്ക് ശല്യമുണ്ടാക്കാതെ മലക്കോവിലിലെ ഭഗവാനെ ദർശിച്ചു വരണമെന്ന് താഴെ അടിവാരത്തിൽ നിന്ന് തന്നെ ഭക്തർക്ക് ഉപദേശം നൽകുന്നുമുണ്ട്. കൂടുവിട്ട് കൂടുപായൽ വിദ്യവശമുള്ള കൊല്ലിമലയിലേക്കാളും ശക്തി അധികമുള്ള സിദ്ധന്മാർ കാലാകാലമായി ഇവിടെ വസിക്കുന്നുണ്ടെന്നും മുൻകാലത്തിൽ അവർ മല വിട്ട് കീഴെ ഇറങ്ങിയിരുന്നില്ലെന്നും ഈ കാലഘട്ടത്തിൽ അവർ അടിവാരത്തിൽ എത്താറുണ്ടെന്നും അത് നേരിട്ട് കണ്ട് അനുഗ്രഹം ലഭിച്ച ഭക്തന്മാരുണ്ടെന്നും ഗ്രാമവാസികൾക്കിടയിൽ സംസാരമുണ്ട്. എവിടെയും കിട്ടാത്ത അപൂർവ മൂലികകൾ ഇവിടെ ഉണ്ടെന്നും അതിനാലാണ് സിദ്ധന്മാർ ഈ മലയിൽ തങ്ങിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. തങ്കഭസ്മം തയ്യാർ ചെയ്യാനുള്ള മൂലികകൾ, കൊടിയ വിഷത്തെയും മാറ്റുന്ന മൂലികകൾ, പോയ ജീവൻ ശരീരത്തിൽ ചേർക്കുന്ന സഞ്ജീവി മൂലികകൾ, ഇരുമ്പിനെ തങ്കമാക്കുന്ന അപൂർവ മൂലികകൾ, ഒടിഞ്ഞ എല്ലിനെ കൂട്ടിച്ചേർക്കുന്ന മൂലികകൾ എന്നിങ്ങനെ പല മൂലികകൾ ഇവിടെ ഉള്ളതായാണ് പറയപ്പെടുന്നത്. മനുഷ്യനേത്രങ്ങൾക്ക് ഗോചരമല്ലാത്ത പല തീർത്ഥങ്ങൾ ഈ മലയിലുണ്ടെന്നും അതിൽ കാണാസുനയ്ക്കടുത്ത് ഒരു മരമുണ്ടെന്നും അതിലെ കായ്കൾ താഴെ വീഴുമ്പോൾ നായ്ക്കുട്ടി കരയുന്നത് പോലെ ശബ്ദം കേൾക്കുമെന്നും പ്രചാരമുണ്ട്. ഈ മലയിൽ വൈരം വിതറിക്കിടക്കുന്നുണ്ടെന്നും മലയുടെ കീഴ്ഭാഗത്ത് തങ്കപ്പടികൾ ഉണ്ടെന്നും അതിനാലാണ് തങ്കമല എന്ന പേരെ വന്നതെന്നും ഗ്രാമവാസികൾക്കിടയിൽ പ്രബലമായ വിശ്വാസമുണ്ട്. ഇങ്ങനെയുള്ള പ്രചാരണത്തിൽ വിശ്വസിച്ച് വല്ല നിധിയും കിട്ടിയെങ്കിലോ എന്ന് കരുതി മലയിൽ ചുറ്റിത്തിരിയുന്നവരും പ്രണയ ജോഡികളുടെ സ്വൈരവിഹാരത്തിനുള്ള ഇടമായി കണക്കാക്കി വരുന്നവരും കുറവല്ല. പക്ഷേ ആത്മീയ ചിന്തയോടെ വരുന്നവർക്ക് സിദ്ധന്മാർ അവർ അർഹിക്കുന്ന തരത്തിൽ അനുഗ്രഹം കൊടുത്തിരിക്കും എന്നതിനും സംശയമില്ല. ഈ മലയിൽ മല്ലീശ്വരർ കോവിലിനടുത്ത് മലങ്കിലുവേ എന്നൊരു മരമുണ്ടെന്നും ആ മരം സൂക്ഷ്മമായി ഗൗനിച്ചാൽ അതിൽ സത്യമായ ഭക്തിയുള്ളവർക്ക് പല അവയവങ്ങളുടെയും ചെറിയ രൂപങ്ങൾ തെളിഞ്ഞു കാണുമെന്നും അത് കണ്ടാൽ മോക്ഷം എന്നുമാണ് പറയുന്നത്. അപൂർവം ചിലർക്ക് മാത്രമാണ് ആ ഭാഗ്യം ഇന്നുവരെ സിദ്ധിച്ചിട്ടുള്ളതെന്നും പറയപ്പെടുന്നു. പൂർണ്ണമായും ഈശ്വരനിൽ അർപ്പിച്ചു കഴിയുന്ന സന്യാസിമാർക്ക് സിദ്ധന്മാർ പൂർണ്ണ രൂപത്തിൽ ദർശനം കൊടുക്കുമെന്നും വിശ്വാസമുണ്ട്. സിദ്ധന്മാർ മലയിൽ നിന്ന് താഴെ ഇറങ്ങുന്നതിന്റെ അടയാളമായി പറയുന്നത് ഇതാണ്. കീഴെയുള്ള മരുന്തീശ്വര ക്ഷേത്രത്തിലുള്ള 2 മരങ്ങളായ വേപ്പും ആൽമരവും ചില ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12 മണിക്കും രാത്രി 12 മണിക്കും കൊടുങ്കാറ്റടിച്ചതുപോലെ നിന്ന് തുള്ളുമത്രേ. ആ നേരങ്ങളിൽ മലയിലെ മരങ്ങളിലെ ഇലകൾ ഒന്ന് അനങ്ങുകൂടി ചെയ്യില്ലത്രേ. അതോടൊപ്പം ചന്ദനം, ഭസ്മം, ജവ്വാത്, മല്ലികപ്പൂമണം അവിടെ പരക്കുമത്രേ. ആ സുഗന്ധം വെച്ച് സിദ്ധന്മാർ കീഴെയിറങ്ങിയതായി കണ്ടുപിടിക്കാം എന്നാണ് ഗ്രാമവാസികളുടെ ഭാഷ്യം. ദുഷ്ടശക്തികൾ മലയിൽ അതിക്രമിച്ച് കയറുന്നതിനാൽ ഈ അന്യായത്തെ നീ തടുക്കണം എന്ന് സിദ്ധന്മാർ മരുന്തീശ്വരരോട് ഉണർത്തുന്നതാണ് ഈ അടയാളങ്ങൾ എന്നാണ് ഇവിടെയുള്ള ജനങ്ങളുടെ വിശ്വാസം. കാര്യം എന്തുതന്നെയായാലും അത്ര എളുപ്പം ചെല്ലാവുന്ന മലയല്ല രംഗമല. ഈശ്വരാനുഗ്രഹം സിദ്ധിച്ചവർക്ക് മാത്രമേ ഈ മലയിൽ കാലുകുത്താനാവൂ എന്നും വിശ്വാസമുണ്ട്. രംഗമല മല്ലീശ്വരർ കോവിലിനെ പറ്റിയുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. പണ്ടുകാലത്ത് രാവിലെ മേയാൻ വിടുന്ന പശുക്കൾ ഈ മല കയറി വന്ന് മേഞ്ഞ ശേഷം വൈകുന്നേരം തിരിച്ചിറങ്ങി പോകുമായിരുന്നത്രേ. അങ്ങനെയിരിക്കെ ഒരു പശു മാത്രം പാൽ ചുരുത്താതെ ഇരിക്കുന്നത് കണ്ട് യജമാനൻ പശുവിനെ നിരീക്ഷിക്കാനായി മലയേറി വന്നപ്പോൾ ആ പശു ഒരു കുറ്റിച്ചെടികൾക്കിടയിൽ പാൽ ചുരുത്തുന്നത് കണ്ട് പശുവിനടുത്തെത്തിയതും പശു അപ്രത്യക്ഷമാവുകയും അവിടെ ഒരു ശിവലിംഗം കാണപ്പെടുകയും ചെയ്തു. പിന്നീട് ഇവിടം ഭരിച്ചിരുന്ന പാണ്ഡ്യമന്നന്റെ സ്വപ്നത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് താൻ ഇവിടെ കുടികൊണ്ടിരിക്കുകയാണെന്നും തനിക്കൊരു കോവിൽ നിർമ്മിക്കണമെന്നും പറഞ്ഞതനുസരിച്ച് പാണ്ഡ്യരാജാക്കന്മാർ നിർമ്മിച്ചതാണ് മല്ലീശ്വരർ തിരുക്കോവിൽ.
ക്ഷേത്ര ചുമരിൽ അത് സാധൂകരിക്കും വിധം മീൻ ചിഹ്നവും ക്ഷേത്രത്തിനുള്ളിലെ തൂണിൽ പശു ശിവലിംഗത്തിന് പാലഭിഷേകം നടത്തുന്ന ശില്പവുമുണ്ട്. പിന്നീട് പാണ്ഡ്യരാജാക്കന്മാർ പാറയിൽ പടികൾ ചെതുക്കി ഭക്തർക്ക് വഴിപാടിന് സൗകര്യമൊരുക്കിയെന്നും പറയപ്പെടുന്നു. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ കർഷകർ ഈ മല ഉച്ചിയിൽ കാർഷിക വിളവുകൾ വിറ്റിരുന്ന ചന്തപ്പേട്ട എന്ന സ്ഥലം ഇപ്പോഴുമുണ്ട്. വളരെ കാലങ്ങൾക്ക് ശേഷം ഇവിടെ അടുത്ത ഗ്രാമത്തിലുള്ള ഒരു ചെട്ടിയാർ അടിക്കടി ഈ ക്ഷേത്രം സന്ദർശിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചു വന്നിരുന്നു. കാരണം ദീർഘകാലമായിട്ടും അദ്ദേഹത്തിന് സന്താനഭാഗ്യമുണ്ടായിരുന്നില്ല. ഒരു നാൾ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ഭക്തന്മാർക്ക് മല കയറി വരാൻ സൗകര്യത്തിന് മലയിൽ പടികൾ നിർമ്മിക്കാനും കാർത്തിക ദീപത്തിന് മലയടിവാരം മുതൽ കോവിൽ വരെ ദീപം തെളിയിക്കാനും അന്നേ ദിവസം 500 പേർക്ക് അന്നദാനം നൽകാനും നിർദ്ദേശിച്ചു. അങ്ങനെ ചെയ്താൽ സന്താനഭാഗ്യം ലഭിക്കും എന്നുറ ചെയ്തു. ദരിദ്രനായ തനിക്കിതിന് കഴിവില്ലല്ലോ എന്ന് ചെട്ടിയാർ ഭഗവാനോട് സങ്കടപ്പെട്ടപ്പോൾ മലയിലേക്ക് പടികൾ നിർമ്മിക്കാൻ ആളുകളെ കൊണ്ടുപോവാ, അവർക്ക് കൂലിക്കുള്ള മാർഗം തനിയെ തെളിഞ്ഞുവരും എന്നുറ ചെയ്തു. ചെട്ടിയാർ പണിക്ക് ആളുകളെ വിളിച്ചുകൊണ്ടുവന്ന് മലയിലേക്ക് പടിക്കെട്ടുകൾ നിർമ്മിച്ചു തുടങ്ങി. ആദ്യവാരം വെള്ളിയാഴ്ച രാത്രി ചെട്ടിയാർക്ക് കിടന്നിട്ടുറക്കമില്ല. കാരണം ശനിയാഴ്ച കൂലി എങ്ങനെ കൊടുക്കും? പിറ്റേന്നാൾ പുലർച്ചെ ചെട്ടിയാരുടെ സ്വപ്നത്തിൽ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ആ കാലഘട്ടത്തിലെ പൈസയായ 1/4 അണ എടുത്ത് ഒരു ദിവ്യ മൂലിക സ്വപ്നത്തിലൂടെ കാണിച്ച് ആ ഇലയുടെ ചാറ് ഈ 1/4 അണയിൽ ഒഴിച്ചാൽ അത് സ്വർണ്ണ നാണയമായി മാറും, അത് വെച്ച് പണിക്കാർക്ക് കൂലി കൊടുക്കുക എന്നുത്തരവിട്ടു. ചെട്ടിയാരും സന്തോഷത്തോടെ ഒരു 1/4 അണയെടുത്ത് ആ മൂലികച്ചാർ ഒഴിച്ച് സ്വർണ്ണ നാണയമാക്കി പണിക്കാർക്ക് കൂലി കൊടുത്തു വന്നു. ക്ഷേത്രത്തിനും കുറച്ച് താഴെയായി ഒരു കിന്നാരപ്പാറയുണ്ട്. പടിക്കെട്ടിന്റെ നിർമ്മാണം അവിടെ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ ചെട്ടിയാരുടെ ഭാര്യ ചെട്ടിയാരോട് 2 കാലണകൾ വെച്ച് മൂലികച്ചാർ ഒഴിച്ച് സ്വർണ്ണമാക്കി മാറ്റാൻ നിർദ്ദേശിച്ചു. ഒന്ന് പണിക്കാർക്ക് കൂലി കൊടുക്കാനും മറ്റൊന്ന് സ്വന്തം ആവശ്യത്തിനും. ചെട്ടിയാരും അത് സമ്മതിച്ചു. പിറ്റേന്ന് 2 കാലണകൾ വെച്ച് മൂലികച്ചാർ ഒഴിച്ചപ്പോൾ അത് സ്വർണ്ണമായി മാറിയില്ല. അങ്ങനെ പടികളുടെ നിർമ്മാണം അവിടെ വെച്ച് നിന്നുപോയി. കുറെ കാലത്തിന് ശേഷം ശിവഭഗവാൻ ചെട്ടിയാരുടെ സ്വപ്നത്തിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് പടികളുടെ നിർമ്മാണം എന്തായെന്ന് അന്വേഷിച്ചു. ചെട്ടിയാർ തന്റെ അത്യാഗ്രഹത്തിന് ഭഗവാനോട് മാപ്പ് ചോദിച്ച് സന്താനഭാഗ്യത്തിന് അപേക്ഷിച്ചു. ഏതു വിധത്തിലും പടികളുടെ നിർമ്മാണം പൂർത്തിയാക്കിയാൽ മാത്രം സന്താനഭാഗ്യം എന്ന് ഭഗവാൻ തീർത്തു പറഞ്ഞു. പിന്നീട് ചെട്ടിയാർ നാട്ടിലെ മറ്റാളുകളോടൊപ്പം ചേർന്ന് ഏതു വിധേനയോ കോവിൽ വരയ്ക്ക് പടികളുടെ നിർമ്മാണം പൂർത്തിയാക്കി. പിന്നീട് അദ്ദേഹത്തിന് സന്താനഭാഗ്യമുണ്ടായി. ഇന്നും അവരുടെ കുടുംബക്കാരാണ് കാർത്തിക ദീപം ദിവസം പടികളിൽ വിളക്ക് വയ്ക്കുന്നത്. കുറച്ചു കാലം മുമ്പ് വരെ മേലെക്കോവിലിൽ നടന്നിരുന്ന അന്നദാനം ഇപ്പോൾ കീഴേക്കോവിലേക്ക് മാറ്റി. ഇവിടെ പടികളുടെ പണി നടന്നപ്പോൾ മഴുതട്ടി കാലിൽ മുറിവേറ്റ ഒരു പണിക്കാരൻ മരുന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ കോവിലിലേക്ക് നടന്നു വന്നത്രേ. കോവിലെത്തി നോക്കിയപ്പോൾ മുറിവ് കണ്ടില്ല. പല മൂലിക ചെടികളെ തട്ടി നടന്നു വന്നതിനാൽ മുറിവ് അപ്രത്യക്ഷമായി എന്നാണ് പറയുന്നത്. ഈ ഐതിഹ്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് അപൂർവ ദേവലോക മൂലികകൾ ഈ മലയിലുണ്ടെന്ന് തന്നെയാണ്. ഭക്തർക്ക് രംഗമലയിലേക്ക് എത്തുവാൻ റോഡരികിൽ നിന്നേ ബോർഡും പ്രവേശന കവാടവും കാണാം. അടിവാരത്തിലുള്ള കോവിലിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ ചെറിയ ക്ഷേത്രത്തിൽ ശ്രീപരമേശ്വരനും പാർവതീദേവിയും മരുന്തീശ്വരർ, മരുന്താംബികെ എന്നീ നാമങ്ങളിൽ ഒരേ സന്നിധിയിൽ അനുഗ്രഹം ചൊരിയുന്നു. ഉപപ്രതിഷ്ഠകളായി ഗോപുരമില്ലാത്ത സന്നിധിയിൽ മൊട്ടപ്പിള്ളയാരും നാഗമ്മാൾ സന്നിധിയുമുണ്ട്. അവിടെയുള്ള ചെക്ക് പോസ്റ്റിൽ മലക്കോവിലേക്ക് പോകുന്നവർ ഫോൺ നമ്പറും പേരും അഡ്രസ്സും നൽകേണ്ടതുണ്ട്. വിശേഷ ദിവസങ്ങളിലല്ലാതെ മധ്യാഹ്നം 3 മണിക്ക് ശേഷം മലകയറ്റം അനുവദിക്കില്ല. കുട്ടികൾക്കും സ്ത്രീകൾക്കും വൃദ്ധജനങ്ങൾക്കും മല കയറുന്നതിന് തടസ്സമില്ല. മലപ്പാത തുടങ്ങുന്നിടത്ത് വലിയ ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു. അവിടെ നിന്നും സ്വല്പദൂരം മാത്രമാണ് കുറച്ച് കൽപ്പടികളുള്ളത്. പിന്നീട് അങ്ങോട്ട് കരടുമുണ്ടായ പാറകഷ്ണങ്ങൾ പതിച്ചുള്ള ചെങ്കുത്തായ വഴിയാണ്. നിബിഡ വനത്തിനുള്ളിലൂടെയാണ് സഞ്ചാരം. കൊണ്ടരങ്കി മലപ്പാത പോലെ ഭക്തർക്ക് പിടിച്ചു നടക്കാൻ കൈവരികളോ കമ്പികളോ ഒന്നും തന്നെയില്ല. തനിച്ച് ഭക്തർ ഈ കാട്ടിനുള്ളിലേക്ക് പോകുന്നത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. കുറച്ചു ദൂരം ചെന്നാൽ ഒരു താഴ്ചയുള്ള സ്ഥലം കാണാം. അതാണ് ആന വീഴുന്താമ്പള്ളം. ഇവിടെ പടികൾ പതിക്കുന്ന പണികൾ നടന്നപ്പോൾ ആന വീണുപോയതിനാൽ ഈ സ്ഥലനാമം വന്നു. കുറച്ചുകൂടി മേലെ പോയാൽ ഒരു വിളക്ക് തെളിയിച്ചു വെച്ചിരിക്കുന്ന സ്ഥലമാണ്. കുറച്ചും കൂടി മേലോട്ട് നടന്നാൽ കിന്നാരക്കല്ല്, കിന്നാരപ്പാറ, ഓസൈക്കല്ല് എന്നെല്ലാം അറിയപ്പെടുന്ന ഒരു വലിയ പാറ. ഈ പാറയിൽ തട്ടിയാൽ ലോഹത്തിൽ തട്ടിയതുപോലെയുള്ള സ്വരം കേൾക്കും. ലക്ഷത്തിൽ ഒരു പാറയാണ് ഇങ്ങനെ രൂപം മാറുന്നത് എന്നാണ് പറയുന്നത്. ഭക്തർ ഈ പാറയിൽ ഒരു ചെറിയ കല്ലെടുത്ത് തട്ടുമ്പോൾ ആ ശബ്ദം കോവിലിനുള്ളിലെ മല്ലീശ്വര സ്വാമി കേൾക്കുമെന്നും തന്റെ ഭക്തൻ വരുന്നുണ്ട് എന്ന് കരുതി കാത്തിരിക്കും എന്നുമാണ് ഐതിഹ്യം. അതിനടുത്ത് പാണ്ഡ്യർ കാലത്ത് പാറയിൽ ചെതുക്കിയ പടിയുടെ അവശിഷ്ടങ്ങൾ കാണാം. തൊട്ടാൽ വീഴുമെന്ന് തോന്നിക്കുന്ന വലിയ വലിയ പാറകൾ പോകുന്ന വഴിക്കുണ്ട്. അതിലൊന്നാണ് കുളിർപ്പാറ. ഭക്തർ ഈ പാറയുടെ കീഴിൽ വിശ്രമിക്കുന്നു. നല്ല തണുപ്പാണ് പാറയ്ക്ക് കീഴിൽ. ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന് കുറച്ചു മുമ്പായി തോരണക്കല്ല് എന്ന വലിയ പാറ. ഇതാണ് ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടമായി കണക്കാക്കുന്നത്. അടുത്തു തന്നെ വ്യൂ പോയിന്റ്. അവിടെ നിന്നും നോക്കിയാൽ കരൂർ ജില്ലയും ദിണ്ടുക്കൽ ജില്ലയും കാണാം. ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പായി ഒരു കരിങ്കൽ കെട്ടിടം. യാദൃച്ഛികമായി രാത്രി തങ്ങേണ്ടി വരുന്ന ഭക്തർക്ക് താമസിക്കാനാണിത്. പക്ഷേ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ മലയിലില്ല എന്നോർക്കണം. അതിനു പിന്നിലായി ഒരു പാറയിൽ ജഡാവർമ്മൻ സുന്ദരപാണ്ഡ്യന്റെ കാലത്തെ ശിലാലിഖിതങ്ങൾ.
ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ ആദ്യം കർപ്പണസ്വാമി പ്രതിഷ്ഠ. മല്ലീശ്വര സ്വാമി തിരുക്കോവിലിന്റെ വാതിൽ തെക്ക് ദിശയിലാണെങ്കിലും ഭഗവാൻ മല്ലീശ്വരർ പടിഞ്ഞാറ് ദർശനമായി സ്വയംഭൂ ശിവലിംഗമായി ദർശനം തരുന്നു. നന്ദിദേവൻ കിഴക്ക് ദർശനമായും കുടികൊള്ളുന്നു. ഷൺമുഖ സിദ്ധർ, വിനായകർ, കന്നിമാരി സ്വാമി എന്നിങ്ങനെ കുറച്ച് ഉപപ്രതിഷ്ഠകൾ ക്ഷേത്രത്തിന് പുറത്തുണ്ട്. പൂജാരി മിക്കവാറും ദിവസങ്ങളിൽ ഉച്ച കഴിഞ്ഞ് മലയിറങ്ങുകയാണ് ചെയ്യുന്നത്. ഭക്തർ വലിയ വിശ്വാസത്തോടെയാണ് ഈ ക്ഷേത്രത്തിലെത്തുന്നത്. വിവാഹ തടസ്സം, സന്താന തടസ്സം, തൊഴിൽ തടസ്സം എന്നിങ്ങനെ ഏതു പ്രശ്നങ്ങൾക്കും ഇവിടെ തീർപ്പ് കിട്ടും. നല്ല കാര്യങ്ങൾ തുടങ്ങാൻ പൂനോക്കുന്ന സമ്പ്രദായവും ഇവിടെയുണ്ട്. അമാവാസി, പ്രദോഷം, പൗർണമി, ആടി 18, കാർത്തിക നക്ഷത്ര ദിവസങ്ങൾ ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ടവയാണ്. പൗർണമി ദിവസം 14 കിലോമീറ്റർ ദൂരമുള്ള രംഗമല ഗിരിപ്രദക്ഷിണം ഭക്തർ ഉത്സാഹത്തോടെ വഴിപാടായി നിറവേറ്റുന്നു. ക്ഷേത്രം സന്ദർശിച്ച് കുറച്ച് മേലെ പോയാൽ കൈലാസനാഥർ ഗുഹ. ക്ഷേത്രത്തിന് മേലോട്ടൊന്നും പാതയില്ല. ഭക്തർ നടന്നുണ്ടായ വഴിത്താരകളും പാറയിൽ കാണുന്ന ആരോ മാർക്കുകളും മാത്രം. അതിനാൽ തന്നെ അധികമാരും മല ഉച്ചിയിലേക്ക് പോവാറുമില്ല. കൈലാസനാഥർ ഗുഹയിൽ ഭക്തർ തിരുവില്ലാമല പുനർജനി നൂഴുന്നതുപോലെ നൂഴ്ന്നുപോയി ദീപം തെളിയിക്കുന്നു. നുഴയാമ്പാളി എന്നത് ചെറിയ ഗുഹയ്ക്കുള്ളിലൂടെ നൂഴ്ന്നുപോയി കുറച്ച് വലിയ ഗുഹയിലൂടെ തിരിച്ചു വരുന്നതാണ്. മഴക്കാലങ്ങളിൽ അതിനുള്ളിൽ ജലമുണ്ടാവും. ഭക്തർ നാണയം അതിലിട്ട് 3 പ്രാവശ്യം കൈക്കൂമ്പിളിൽ ജലമെടുക്കുമ്പോൾ തിരിച്ച് നാണയം വന്നാൽ നമ്മുടെ കർമ്മ നമുക്കൊപ്പം വരുന്നു എന്നാണ് ഐതിഹ്യം. അവിടെ നിന്നും കുറെ ദൂരം പോയാൽ മുനിവർപാളി എന്ന ചെറിയ തീർത്ഥം. ക്ഷേത്രാവശ്യത്തിന് ജലമെടുക്കുന്ന ക്ഷേത്രത്തിന് കുറച്ച് താഴെയുള്ള താമരപ്പാളിയിലെ ജലം വറ്റിയാലും ഈ ജലം വറ്റില്ല എന്നാണ് പറയുന്നത്. താമരപ്പാളിയിൽ നിന്നും കുറച്ച് ദൂരെയാണ് സിദ്ധർ ഗുഹ. മുട്ടുകുത്തി പോകുന്ന അളവിൽ ഒരാൾക്ക് ഇരിക്കാൻ പാകത്തിനുള്ള ഗുഹയാണിത്. ഇതിനുള്ളിൽ ചെറിയ പ്രതിഷ്ഠകളുണ്ട്. ഭക്തർ ഇവിടെ കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥിക്കുന്നു. മല ഉച്ചിയിലേക്ക് പോകുന്ന വഴിയിൽ ചിലയിടത്ത് മാത്രം കമ്പി പാകിയിട്ടുണ്ട്. പാറയിൽ ചതിക്ക് കുറച്ച് പടികൾ മാത്രമാണുള്ളത്. ഏറ്റവും മുകളിൽ 3500 അടി ഉയരത്തിൽ കാർത്തിക ദീപമേറ്റുന്ന സ്ഥലവും കാവൽ ദൈവമായ മുനീശ്വര പ്രതിഷ്ഠയും. പർവ്വതമലയിലേതുപോലെ ശൂലങ്ങളും മറ്റും ഇവിടെയും സ്ഥാപിച്ചിട്ടുണ്ട്. കാർത്തിക ദീപം ദിവസം ഇവിടെ വിശേഷപ്പെട്ടതാണ്. അല്ലാത്ത ദിവസങ്ങളിൽ ഇവിടം സന്ദർശിക്കുന്നവർ അപൂർവം. കാരണം ശ്രദ്ധ ഒന്ന് പിഴച്ചാൽ ആപത്ത് എന്നത് സംശയമില്ല. ക്ഷേത്രവൃക്ഷം വേപ്പ്, വില്വം, ആൽമരം. ക്ഷേത്രതീർത്ഥം താമരപ്പാളി, മുനിവർപാളി. ആഗമവിധി പ്രകാരമുള്ള പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. മരുന്തീശ്വരർ കോവിൽ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ തുറന്നിരിക്കും. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ കരൂരിൽ നിന്ന് 42 കിലോമീറ്റർ, ദിണ്ടുക്കലിൽ നിന്ന് 40 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കരൂർ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.